അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടി സവാള പൊടിയായി അരിഞ്ഞത്, ക്യാബേജ്, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ക്യാപ്സിക്കം, പച്ചമുളകും ചേർത്ത് 1 സ്പൂൺ മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റാണ് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗൾ മൈദ, ഒരു കോഴിമുട്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പാലിന് പുറമെ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/4 സ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഇച്ചിരി ഒരു മയം കിട്ടാൻ വേണ്ടി നമുക്ക് സോഡാപ്പൊടി, അതായത് അപ്പക്കാരം 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചെടുത്തു. മാവിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആദ്യം കുരുമുളക് പൊടി ചേർക്കാൻ വിട്ടുപോയത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഞാനിങ്ങനെ കുഴിവുള്ള ഒരു പാത്രം എടുത്ത് അതിൽ നെയ്യ് തടവി കൊടുത്തു. അതിലോട്ട് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന പകുതി മാവ് ഒഴിച്ചു കൊടുത്തു. ഈ മാവ് അധികം കട്ടിയും വേണ്ട, കൂടുതൽ ലൂസും ആവണ്ട, ആ ഒരു രീതിയിലാണ് അരക്കേണ്ടത്. പിന്നെ അതിലോട്ട് ഞാൻ ഫില്ലിങ് അതിലോട്ട് ഇട്ട് കൊടുത്ത്, ചിക്കനും സവാളയൊക്കെയുള്ള ഫില്ലിങ് അതിലോട്ട് ഇട്ട് കൊടുത്ത് മുകളിൽ കുറച്ച് ക്യാപ്സിക്കം വെച്ചു. ഫില്ലിങ് മൊത്തം വെച്ചതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി അതിലോട്ട് മേലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് മേലെ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ തക്കാളി, ക്യാപ്സിക്കം എല്ലാം വെച്ച് കൊടുക്കാം. ഞാൻ ക്യാപ്സിക്കം, മല്ലിയില, സോസ് എല്ലാം ചേർത്തൊന്ന് മുകളിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് മസാലയും കൂടി മുകളിലോട്ടൊന്ന് വിതറി കൊടുത്തു. എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, താഴെ ഒരു മൂടിയോ വേറൊരു പാനോ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ്. ഇത് നല്ല കട്ടിയുള്ള പാത്രമാണ്, അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല. പിന്നെ ഇപ്പം നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറൊരു പാനിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മുകൾ ഭാഗം വെന്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ 2 പോളയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നാമത്തെ റെഡിയായി, ബാക്കിയും കൂടി രണ്ടാമത്തെയും കൂടി ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.